ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു അറബിക് ഡെസേർട്ടായ കുനാഫയാണ്. കുനാഫ നമുക്ക് വീട്ടിലെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കഴിച്ച് നോക്കേണ്ട ഒരു ഡിഷാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കുനാഫയാണ്. ഒരു അറബിക് ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെന്ന് നോക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വേണ്ടത് കുനാഫയുടെ ഡോ തന്നെയാണ്. എനിക്കതിൻ്റെ ശരിക്കുള്ള ഡോ കിട്ടിയില്ല, അപ്പോൾ ഞാനിവിടെ വെർമിസെല്ലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അത് നല്ല നേരിയ വെർമിസെല്ലി തന്നെ നമുക്കിതിലേക്ക് വേണം. പാല് വേണം, പഞ്ചസാര വേണം, കോൺഫ്ലവറും പിന്നെ അതേപോലെ മൈദയും യൂസ് ചെയ്യാൻ ആവശ്യമുണ്ട് ഇതിൽ. പിന്നെ അതേപോലെ ക്രീം ചീസും ബട്ടറും സ്ലൈസഡ് ചീസാണ് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ മൊസറല്ല ചീസാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ കിട്ടൽ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ കുനാഫയുടെ ഡോ അതേപോലെ മൊസറല്ല ചീസൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്തിട്ട് തന്നെ എടുക്കുക. അല്ലേ, തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. പിന്നെ അതേപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. ശേഷം 1/4 കപ്പോളം തണുത്ത പാൽ ഒഴിച്ചിട്ട് ഈ കൂട്ടിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഫില്ലിംഗ് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ അതേപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഈ കൂട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇളക്കി കൊടുക്കാണ്ടിരുന്നാൽ കട്ട പിടിക്കാനൊക്കെ സാധ്യത ഉണ്ടാവുകൊണ്ട് നന്നായിട്ടിത് കുറുകി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്യാം. ക്രീം ചീസ് ഇട്ടിട്ട് നമുക്കിത് വേഗം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് നന്നായി കിട്ടത്തില്ല. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണിത്. അപ്പോൾ നമ്മൾ ഈ വെർമിസെല്ലിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പാന് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബട്ടറിൽ കുഴച്ച വെർമിസെല്ലി ഒന്ന് നിരത്തി കൊടുക്കാം. അത്യാവശ്യം ഒരു കട്ടിയിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്കിത് കഴിക്കാൻ എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ഒരു കട്ടിയിൽ നമുക്കിത് നിരത്തി കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടത് നല്ല ടേസ്റ്റാണ്. നമ്മളിത് ഒരു വട്ടം കഴിച്ചാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് തോന്നിപ്പോണ റെസിപ്പിയാണിത്. ഇനി നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. നന്നായി എന്ന് പറഞ്ഞാൽ ഇത് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ അമർന്നിരിക്കണം. തമ്മിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് മാക്സിമം എത്രത്തോളം പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഡോയെ നമ്മൾ 2 കൂട്ടാക്കിയിട്ട് ഒരേ സെയിം അളവിൽ 2 കൂട്ടാക്കിയിട്ട് വെക്കണം.
അപ്പോൾ ഒന്ന് ഈ ഫില്ലിങ് നിറച്ചതിന് ശേഷം മുകളിൽ വെച്ച് കൊടുക്കാനും പിന്നെ ഈ താഴെയുള്ളതും കൂട്ട് ഇതിലേക്ക് ശേഷം നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ കൂട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് ഒരേ നിരപ്പിലാക്കി കൊടുക്കാം. അതേസമയം തന്നെ ഇവിടെ ഒരു ചെമ്പ് വെക്കാം. ശേഷം നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ നമ്മൾ ഓവനില്ലാത്തപ്പോൾ യൂസ് ചെയ്യണ പോലെ നമ്മൾ അതേപോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ചെമ്പിലേക്ക് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക. പിന്നെ അതേപോലെ ഒരു തരിക കൂടി ഇതിലേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മളിത് നമ്മുടെ ഈ ടിന്ന് വെക്കാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ലൈസഡ് ചീസ് ഇങ്ങനെ ചെറിയ പൊട്ടുകളാക്കിയിട്ട് പിന്നെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചീസ് മുസറല്ല ചീസാണെങ്കിൽ പിന്നെ അതിൻ്റെ കറക്റ്റ് ഫിഗർ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിത് വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ബാക്കിയുള്ള ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കുക. എന്നിട്ട് അത് നേരത്തെ പോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്യുക. എല്ലായിടവും ഒരേപോലെ ആക്കിയിട്ട് നമ്മളെല്ലാം ഒരേപോലെ ആക്കി ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇത് അങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് അപ്പോഴത്തേന് നമ്മളവിടെ പാൻ അവിടെ റെഡി ആവുന്നുണ്ട് ഇത് വെക്കാനുള്ള. ശേഷം നമ്മുടെ ടിന്ന് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു തട്ട് വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കാം. ശേഷം അതിൻ്റെ മേലെ ഒരു വെയിറ്റ് കയറ്റി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ ഫ്ലെയിമിൽ വെക്കുക. അത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ശേഷം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 1 കപ്പ് വെള്ളത്തിലേക്ക് 3/4 കപ്പ് പഞ്ചസാര എന്ന ലെവലിലാണ് നമ്മൾ എടുക്കേണ്ടത്. കൂടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് നമുക്ക് വീണ്ടും ഫ്ലെയിമിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 20 മിനിറ്റ് കൂടി കുക്കായതിന് ശേഷം നമുക്കത് എടുക്കാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കളർ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ. പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച ഷുഗർ സിറപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളം ചൂടോടുക്കാനെ കഴിക്കണത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് ഇനി മുറിച്ച് നോക്കാം. പിന്നെ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല പിസ്തയോ എന്ത് വേണമെങ്കിലും കാഷ്യൂ നട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ബദാമൊക്കെ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ.